ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും വർത്താനം നിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇവനായിരിക്കില്ല, ഞാനായിരിക്കും നിന്റെ കരണമടിച്ച് പോയിക്കുന്നത്. അമ്മയാവാൻ കഴിയാത്തൊരു സ്ത്രീയുടെ ദുഃഖം എന്താന്ന് നിനക്കറിയില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ വേദനയും നിനക്കറിയില്ല. അതറിയാൻ ദൈവം നിനക്ക് ഇടവരുത്താതിരിക്കട്ടെ. എന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഞാനത് സഹിക്കും. ഒരു കുത്തുവാക്കും എന്നെ വേദനിപ്പിക്കേയില്ല. പക്ഷെ ഞാൻ എടുത്തു വളർത്തിയെന്നതിന്റെ പേരിൽ ഈ കുഞ്ഞിനെ അധിക്ഷേപിച്ച അത് ഞാൻ സഹിക്കില്ല. മനസ്സിലായോ? പൊയ്ക്കോ. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മകളായിട്ട് ഇവരീ മോളെ എപ്പോഴേ അംഗീകരിച്ചു. കൊച്ചുമകളായിട്ട് ഞാനും. നിന്റെ സ്നേഹമോ അംഗീകാരമോ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. നാളെ വേറൊരുത്തന്റെ കുടുംബത്തിൽ ചെന്ന് കയറി ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളാ നീ. അതോർത്താൽ നല്ലത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കാവക്ക്. സാരമില്ല അച്ഛാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എന്റെ മോള് തന്നെയാ. മോള് കുഞ്ഞിനെ അകത്തുകൊണ്ടുപോയി കിടത്തു. ആ മോളെ, നിന്റെ സന്തോഷത്തേക്കാൾ വലുതായി അച്ഛന് ഈ വീട്ടിൽ വേറെ ഒന്നുമില്ല. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, അച്ഛനുണ്ട് കൂടെ. നീ വിഷമിക്കണ്ട. ഇതിനു വേണ്ടത് എന്താണെന്ന് അച്ഛനറിയാം. അത് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. അതിനെ കുത്തി നോവിക്കാൻ ഇനി അച്ഛൻ ആരെയും അനുവദിക്കില്ല. ആഹാ, സച്ചേട്ടൻ വലിയ ഷോപ്പിംഗ് നടത്തിയ ലക്ഷണം ഉണ്ടല്ലോ. ഇതിൽ ഞങ്ങൾക്കുള്ള ഒന്നുമില്ല, മോക്ക് വേണ്ട സാധനങ്ങളല്ല. ചേർച്ചയൊന്ന് നോക്കണ്ടേട്ടത്തി, മോക്കെല്ലാം പാകമാണോ എന്ന് നോക്കിയാ മതി. കൊതുക് വല വാങ്ങാൻ മറന്നു തോന്നുന്നു. സച്ചേട്ടാ, കൊതുക് വല വാങ്ങിയില്ലേ? അയ്യോ, അത് വാങ്ങാൻ താൻ പറഞ്ഞില്ലല്ലോ. താൻ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഷെടാ, എങ്കിലും അതിന്റെ കാര്യം മറന്നുപോയല്ലോ. ഇനി അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരെണ്ണം തരാം. ഞങ്ങള് മോക്ക് വാങ്ങിയത് കൂടാതെ ഒരെണ്ണം അച്ഛനും അമ്മയും വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അപ്പോ കൊതുക് വലയ്ക്ക് ഒരു തീരുമാനമായി. അല്ല ഏട്ടത്തി, ഇവിടെ അങ്ങനെ കൊതുകൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കൊതുക് വല? കൊതുകിന്റെ കാര്യം മാത്രല്ലടി, കുഞ്ഞുറങ്ങുമ്പോ ഒരു പ്രാണിയും വന്ന് ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടിയാ. അനഘേ, നിനക്ക് കുഞ്ഞുങ്ങളെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ദേ ഇവിടെ ചോദിച്ചാ മതി. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്. പോ സച്ചേട്ടാ, കളിയാക്കാതെ. മൂക്ക് ചെറിയമ്മയുടെ ആദ്യത്തെ സമ്മാനം. ഓ ഓ ഓ ആ ഓ
ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് ഈശ്വരനായിട്ട് തന്നതാ ഇവളെ. പിന്നെ നിന്നോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. നെല്ലിശ്ശേരി വീടിന്റെ ദുരവസ്ഥ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാ? സ്വന്തം രക്തത്തിലുണ്ടായ മക്കളെക്കാൾ അവകാശം മരുമോളുടെ ദത്തുപുത്രിക്ക്. അതും ഈ വീട്ടിലെ ഡ്രൈവറുടെ കുഞ്ഞു. കഷ്ടമാ നിങ്ങളുടെയൊക്കെ കാര്യം. അച്ഛൻ മാത്രമല്ലല്ലോ, എന്റെ ആങ്ങളമാരും ആ നശിച്ച സന്തതിയെ നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കണ്ടില്ലേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നത്? നന്ദേട്ടന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? എന്താ സംശയം? നന്ദേണ്ണ എങ്ങനെയാ ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ കഴിഞ്ഞൂന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കാനും വിശ്വസിപ്പിക്കാനും മിടുക്കിയാണല്ലോ അർച്ചന. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിലാണ് അച്ഛനെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലേ 100% സന്തോഷത്തോടു കൂടെ ഞാനത് സമ്മതിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞ്. നിന്റെ ഏട്ടനെ കൊണ്ട് ഈ ജന്മത്തത് നടക്കില്ല. നടക്കാഞ്ഞിട്ടാണോ അതോ ഏട്ടൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ആംഗ്ലയായി പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കുമായിരുന്നു. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് തന്നെയാ, അല്ലാതെന്താ. പക്ഷേ കുഞ്ഞുങ്ങളില്ലെന്ന് കരുതി ഇവളെ പോലെ ഏതെങ്കിലും ദരിദ്രവാസിയുടെ ഒരു കുഞ്ഞിനെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരില്ല. ഇതിനെ കളഞ്ഞു കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോ എന്നൊക്കെ ആർക്കറിയാം. എന്തായാലും അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടിയതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. സത്യത്തില് ഇത് ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞു തന്നെയാണോ? സത്യം ആർക്കറിയാം. അർച്ചന പറയുന്നതല്ലേ ഇവിടെ എല്ലാരും വിശ്വസിക്കൂ. അവളുടെ വാക്കുകൾ വേദവാക്യം പോലെ വിഴുങ്ങാനാണല്ലോ നിന്റെ അച്ഛനും അങ്ങളമാർക്കൊക്കെ ഇഷ്ടം. പക്ഷേ നിന്റെ കാര്യ കഷ്ടം. നിന്നേക്കാൾ അംഗീകാരം ഈ നെല്ലിശ്ശേരിയിൽ കിട്ടാൻ പോകുന്നതേ നാളെ ആ കുട്ടിക്കായിരിക്കും. ആ നശിച്ച സാധനം കാരണം എന്റെ സമാധാനം പോയി. ആ ഇനി അങ്ങോട്ട് നെല്ലിശ്ശേരിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ കുഞ്ഞു തന്നെ ആയിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു എലിക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് കളയുന്നത് പോലെ അതിനെ നെല്ലിശ്ശേരിയിൽ നിന്ന് തൂക്കിയെടുത്ത് കളയണം. എന്താ, പറ്റോ? അല്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയണം. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? വേണ്ടി വന്ന് ഞാൻ അതും ചെയ്യും. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾക്ക് അങ്ങനെ
പുറത്തുനിന്നുള്ളൊരു അവകാശി വേണ്ട. ആ വൃത്തികെട്ട ശിവരാമന്റെ മുന്നിലെങ്ങാനും വന്ന ഒറ്റ കുത്തിന് ഞാൻ അയാളെ കൊന്നേനെ. അങ്ങനെ ശിവരാമനെ കൊന്നതുകൊണ്ടായില്ല. കൊല്ലേണ്ടത് ആ കുഞ്ഞിനെ തന്നെയാ. ചില വളർത്തുമൃഗങ്ങളെ മനുഷ്യർ കൊല്ലാറില്ലേ? ചിലപ്പോഴൊക്കെ അവയുടെ മാംസവും കഴിക്കാറുണ്ട്. ഇവിടെ മാംസം കഴിക്കണമെന്ന് ഞാൻ പറയില്ല, കൊല്ല. അതിനൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ ആർക്കും മനസമാധാനം ഉണ്ടാവില്ല. ഓർത്തോ നീ. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. രാത്രി വീട്ടിൽ കയറി വന്ന് ഭ്രാന്ത് പറയുന്നോ? മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്ക്. ഇല്ല, എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ പോയി. മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനാ പറഞ്ഞത്. താൻ വഴിയിൽ എവിടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ അർച്ചന എവിടെ കൊണ്ടുവന്നത്? ഇത്രയും നാൾ ഈ വീട്ടില് ഇതിനെ വളർത്തി വലിഞ്ഞേറി വന്നിരിക്കുന്നു. വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോ. മേലിൽ ഇവിടെ കണ്ടുപോരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. പിടിക്കേ. എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഇതല്ല എന്റെ കുഞ്ഞ്. ചേച്ചി എന്താ എന്താ കുഞ്ഞിനെ വാങ്ങാൻ വന്നത്? എന്താ? ഞാൻ ഉപേക്ഷിച്ചത് എന്റെ കുഞ്ഞിനെയല്ല, ഈ വീട്ടിലെ കുഞ്ഞിനെയാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക്, ഞാൻ എന്റെ മോളായിട്ട് വളർത്തിക്കോളാം. നിക്ക്, ഇനി എനിക്ക് ഒന്നും ഒളിക്കാനില്ല. എല്ലാ സത്യവും ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു കൊടും ചതിയാ. ഈ സ്ത്രീ അവര് നിങ്ങളെല്ലാരും ചതിക്കുമായിരുന്നു. ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ പരസ്പരം മാറ്റാൻ കൂട്ടുനിന്നത് അതെ ഇവര് കാരണം. ഇവര് കാരണം എന്റെ കുടുംബവും പോയി. എന്റെ ഭാര്യയെ ഞാൻ വിഷം കൊടുത്ത് കൊന്നു. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഇതാ ഇവരാ. എന്നെ കൊണ്ട് മൊത്തം ചെയ്യിച്ചത് ഇവരാ. നിങ്ങളെ എല്ലാരെയും ചതിച്ചത് ഇവരാ. അനാവശ്യം പറയരുത്. വേഗം ഈ കുഞ്ഞിനെ വാങ്ങി പോയില്ലെങ്കിൽ പിന്നെ താൻ ജയിലിലായിരിക്കും. ഏത് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നാ മതി.
ഇതാണ് എന്റെ കുഞ്ഞ്. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാ. ചേച്ചി, ഇവര് നിർബന്ധിച്ച് എനിക്ക് പണം തന്നോണ്ടാ കുഞ്ഞുങ്ങളെ മാറ്റാൻ ഞാൻ കൂട്ടുന്നത്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇതാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? കുഞ്ഞുങ്ങളെ മാറ്റിയെന്നോ? ആര് മാറ്റി? സത്യം പറടാ, ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യമാ ഇവിടെ നടന്നത്? വള്ളി പുള്ളി വിടാതെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് ഇട്ടിച്ച് കൊല്ലും ഞാൻ. പറടാ. ഞാൻ പറയാം സർ, എല്ലാം ഞാൻ പറയാം. ആശുപത്രി വെച്ച് എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെയും ശിവരാമന്റെ മകൾ നെല്ലിശ്ശേരിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വളർന്നാ മതിയോ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതാണ് എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ്. ആതിര പ്രസവിച്ചത് ഈ കുഞ്ഞിനെയാണ്. എന്റെ പൊന്നു മോള് വാ. എന്റെ പൊന്നു മോളെ. ഞാൻ പോവുക. ഇനി എന്റെ കുഞ്ഞിനെ തിരക്കി ആരും വരരുത്. നീ ആടി എല്ലാത്തിനും കാരണം. ധനുഷ്, നീ എവിടെയാ? അത്യാവശ്യമായിട്ട് കാണണം എനിക്ക്. എപ്പോ? അത് പറ്റില്ല, ഉടനെ തന്നെ കാണണം. നീ കുറച്ചു ഉറങ്ങല്ലായിരുന്നു? പിന്നെ ഈ നട്ടപ്പാതിക്ക് എന്താ ഒരു ഫോൺ വിളി? അത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ. ഈ രാത്രിയില്ല? അല്ല, നാളെ നാളെ കാണാൻ വേണ്ടിട്ടാ. അതെന്നെ രാവിലെ വിളിച്ചാ പോരെ? നന്ദേട്ടൻ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? എനിക്കാരെയും ഫോൺ വിളിച്ചൂടെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒളിച്ചും പാത്ത് ചെയ്യുന്നതല്ലേ കുഴപ്പം. ഞാനാരെ ഒളിച്ചൊന്നുമല്ല വിളിച്ചേ. അങ്ങനെ ഒളിച്ചു വിളിക്കാൻ ആരുമില്ല. നിക്ക്.
നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു ബോറൻ ഭർത്താവാകാൻ എനിക്ക് താല്പര്യമില്ല. ദാ ദേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അതാണ് നിനക്ക് നല്ലത്. അതെന്താ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അങ്ങനെ എന്നെ സംശയിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ സംശയിക്കേണ്ട ഞാനല്ലേ? ആ സന്ധ്യ എന്ന് പറയുന്നവളെ കൊണ്ട് പരസ്യമായിട്ടല്ലേ നിങ്ങൾ നടക്കുന്നേ? സന്ധ്യയും കൊണ്ട് ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അതിൽ നിനക്ക് സംശയം തോന്നിയെന്ന് പറഞ്ഞ അതിനർത്ഥം നീ ഒരു കഴിവുകെട്ട ഭാര്യയാണെന്നാ. ഭാര്യ കഴിവുകെട്ടളാവുമ്പോ ഭർത്താവ് മറ്റൊരു സ്ത്രീ എടുത്ത് പോയി എന്നൊക്കെ വരും. അവരോടൊപ്പം സമയം ചെലവഴിച്ചൊന്നും വരും. നന്ദൻ അങ്ങനെ പോയെങ്കിൽ അത് അവന്തികയുടെ കഴിവുകേട്.